NDA മുന്നണിയിലെ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തലും തിരഞ്ഞെടുപ്പിനെ സജ്ജമാക്കലുമാണ് യാത്രയുടെ ലക്ഷ്യം. അയോധ്യയിലെ രാമക്ഷേത്രം എല്ലാ യോഗങ്ങളിലും പരാമർശിക്കും. CPM-ഉം കോൺഗ്രസും പ്രാണപ്രതിഷ്ഠാ സമയത്തെടുത്ത നിലപാടുകളെ വിമർശിക്കും. മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിക്കാട്ടും. കേരളത്തിലെ രണ്ട് മുന്നണികളും അതിശക്തമായ നിലപാട് അയോധ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ നിലപാടിനൊപ്പം നിന്നില്ല. പകരം നരേന്ദ്രമോദിയുടെയും BJP-യുടെയും നിലപാടിനൊപ്പമാണ് നിന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് പ്രസക്തിയില്ലെന്ന പ്രചാരണം ശക്തമാക്കും. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ പരമാവധി വോട്ട് സമാഹരിക്കാനും മറ്റിടങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല പ്രകാശ് ജാവ്ദേക്കറിനാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന പദയാത്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 27-ന് പാലക്കാട് യാത്ര സമാപിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.